നമ്മളിപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്താകെ നോക്കുമ്പോൾ കാണേണ്ടത് ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കാൻ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ആകൂ എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളതിൻ്റെ ഒടുവിലത്തെ എന്ന് നമുക്ക് പറയാമെങ്കിൽ കൂടിയും ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് മരണപ്പെട്ട സഹോദരൻ നിതിൻ രാജ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ പ്രതിബദ്ധത കേവലം വർഷാരംഭം വാങ്ങിക്കുന്ന ഫീസിനോട് മാത്രമാണ്. വിദ്യാർത്ഥികളോടോ വിദ്യാഭ്യാസത്തോടോ ഒരു പ്രതിബദ്ധതയില്ലാത്ത സാമ്പത്തികം മാത്രം ലക്ഷ്യം വെച്ച് കുറേ സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്ത് സ്ഥാപനങ്ങൾ തുടങ്ങി ആ സ്ഥാപനങ്ങളെ മാനേജ് ചെയ്യാൻ കുറേ ആളുകളെ ഏൽപ്പിച്ച് അവിടെ നടക്കുന്ന എഡ്യൂക്കേഷനിലോ അക്കാഡമിക്കായ കാര്യങ്ങളിലോ ഒന്നും ഇടപെടാതെ സാമ്പത്തികം കൈപ്പറ്റുക, അത് ശമ്പളമായി വിധിച്ചു കൊടുക്കുക, ബാക്കി പൈസ സ്വന്തമായി സൂക്ഷിക്കുക എന്ന ഒരു താല്പര്യം മാത്രം വെച്ച് പുലർത്തുന്ന മാനേജ്മെൻറ്റുകളാണ് ഇത്തരം വിദ്യാർത്ഥികളുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം പറയേണ്ടി വരും. കാരണം ഈ കുട്ടി മരിച്ച് ഇവരിപ്പോൾ അവരുടെ സഹോദരൻ കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതിന് എന്താ അങ്ങോട്ട് ചോദിക്കുക. കാരണം ഈ കോളേജ് മാനേജ്മെൻറ്റ് തീർച്ചയായും, കാരണം അപ്പോൾ ഇങ്ങനൊരു കാര്യം സ്വാഭാവികമായിട്ട് സംഭവിച്ചാൽ പോലും അത് പിന്നീട് അവർ ചെയ്യേണ്ട കുറേ പ്രാഥമിക ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊന്നും അവർ ചെയ്തിട്ടില്ല. കാരണം അവർക്കിതൊന്നും കാരണം ഈ വീട്ടിൽ ഇത്രയും സന്തപ്ത വിഷമം കയറി ജീവിക്കുന്ന ഒരു അമ്മയും അച്ഛനും ഉണ്ട്. അപ്പോൾ അവരോട് നിന്ന് കാര്യങ്ങൾ പറയുക, അവരുടെ കണ്ണീരിന് ഇവർ വിചാരിച്ചാലും സമാധാനമൊന്നും കൊടുക്കാൻ പറ്റില്ല, എന്നാൽ പോലും അവരെ കണ്ണീരൊന്നും ഒപ്പാൻ പറ്റിയില്ലെങ്കിൽ സമാധാനിപ്പിക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ മാനേജ്മെൻറ്റിൽ നിന്നൊക്കെ ഒഴിവാകുന്നത്? നമുക്കൊന്നും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അല്ല, അതാണ് നമ്മുടെ സഹോദരൻ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബന്ധുവും പറയുന്നത് കേട്ടാൽ ഒരു പ്രതിനിധിയെ പോലും ആ മൃതദേഹത്തിൻ്റെ കൂടെ അയക്കാൻ പോലും തയ്യാറാവുന്നില്ലെന്ന് പറയുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥയെ പറ്റിയാണ് കേരളം ഗൗരവ ചർച്ച. അതിൽ നിങ്ങളോടുള്ള എൻ്റെ ഒരു വിമർശനം, ഇത്തരം മാനേജർമാരുടെ ഫോട്ടോ പോലും നമ്മുടെ സമൂഹത്തിൽ അവൈലബിൾ അല്ല. ഇപ്പം ഇതിൻ്റെ സഹോദരി പല ചർച്ചകളിലും ചോദിക്കുന്നുണ്ട്, ആ ടീച്ചറുടെ ഫോട്ടോ എവിടെ, മാനേജറുടെ ഫോട്ടോ എവിടെ? സാധാരണഗതിയിൽ ആരുടെ പുറകെയും ഡോക്ടർ റാമിന്റെയും സംഗീതയുടെയും ആണ്. എന്നിട്ട് എനിക്കൊന്ന് ഞാൻ തന്നെ പങ്കെടുത്ത 3-4 കുട്ടികൾ പങ്കെടുത്തിട്ട് അവർ അതിൽ പറയുന്നുണ്ടായിരുന്നു, ഈ സംഗീത ടീച്ചർ ഇതുമായിട്ട് ശരിക്കും ബന്ധമല്ല, അവരെങ്ങനെയാണ് ഇതിൽ വന്ന് പെട്ടെന്ന് അറിയില്ല, ഡോക്ടർ റാമാണ് ഇതിൻ്റെ ആള് എന്ന് പറയും. അപ്പം നമ്മൾ ഒരു സംശയത്തിന് ആരും അപ്പം നമ്മൾ ഈ സംഗീത പടം കാണിക്കാതിരിക്കുക. അതെ അതെ, സാധാരണഗതിയിൽ ഒരു ഡിറ്റക്റ്റീവ് ഐയോടുകൂടി എല്ലാവരുടെയും പുറകെ പോകുന്ന മാധ്യമങ്ങൾ പോലും ഈ മാനേജ്മെൻറ്റിനെ തപ്പി പോകുന്നില്ല എന്നുള്ളൊരു പ്രതിസന്ധി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം മാനേജ്മെൻറ്റുകൾ എക്സ്പോസ് ചെയ്യപ്പെടണം.